വധൂവരന്മാരെ, പ്രിയ വധൂവരന്മാരെ, വിവാഹമംഗളാശംസകളുടെ വിരിഞ്ഞ പൂക്കളിതാ, ഇതാ വധൂവരന്മാരെ. കുട്ടിക്കാലത്ത് എന്ന് വെച്ചാൽ വളരെ കുട്ടിക്കാലത്ത്, എനിക്ക് 6 7 വയസ്സുള്ള കാലത്ത് ഞങ്ങളുടെ വീട്ടിലെ റേഡിയോയിൽ നിന്ന് ഇടയ്ക്ക് കേൾക്കാറുണ്ടായിരുന്ന ഒരു ഗാനമാണ്. പിന്നീട് അങ്ങനെ ആരും പാടിക്കേട്ടില്ല. അത് യൂട്യൂബിൽ പോലും കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഈ പാട്ട് ഓർക്കാൻ കാരണം എന്ന് വെച്ചാൽ, നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി PM ആർഷു ഇന്ന് വിവാഹിതനാകുകയാണ്. അദ്ദേഹത്തിൻ്റെ വധുവും അഖില കേരള പ്രസിദ്ധിയാണ്. SFIയുടെ മുൻ നേതാവും മഹാരാജ് കോളേജിലെ മുൻ വിദ്യാർത്ഥിനിയും, അതുപോലെ തന്നെ അട്ടപ്പാടി ഗവൺമെൻറ് കോളേജിൽ വ്യാജരേഖ ഉണ്ടാക്കി ജോലി സമ്പാദിക്കാൻ ശ്രമിച്ച് പിടിക്കപ്പെട്ട് ഏതാനും ദിവസം ജയിൽവാസം, ജയിൽ ശിക്ഷയല്ല, ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കേണ്ടി വരികയും ചെയ്ത ഒരു ധീര സഖാവാണ് K. വിദ്യ എന്നാണ് അവരുടെ പേര്. ഇവരുടെ സ്വന്തം സ്ഥലം തൃക്കരിപ്പൂരാണ്. ആർഷോയുടെ സ്വന്തം സ്ഥലം പാലക്കാട് ജില്ലയിലാണ്, മംഗലം ഡാമിൻ്റെ ഭാഗത്ത് എവിടെയാണ്. ആർഷോ ഒരു കുടിയേറ്റക്കാരനാണ്, അതാണ് പാലക്കാട് ജില്ല. വിദ്യ തൃക്കരിപ്പൂർ സ്വദേശിനിയാണ്, കാസർഗോഡ് ജില്ലയിൽ. തൃക്കരിപ്പൂർ നമുക്കറിയാം, പണ്ട് ഇ കെ നായനാർ ഇലക്ഷൻ മത്സരിച്ചിരുന്ന സ്ഥലമാണ്. EMS നമ്പൂതിരിപ്പാടിൻ്റെ പഴയ മണ്ഡലമാണ്, അന്ന് നീലീശ്വരം എന്നായിരുന്നു അതിൻ്റെ പേര്. മാർക്സിസ്റ്റ് കോട്ടയാണ്. അവിടെ ഇത്തവണ സഖാവ് മുസ്തഫ മത്സരിച്ച് നമ്മുടെ BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് കൂറുമാറിയ സന്ദീപ് വാര്യരോട് തോറ്റുപോയി എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും അതൊരു മാർക്സിസ്റ്റ് കോട്ടയാണ്. ഒരു പാർട്ടി ഗ്രാമത്തിൽ നിന്നാണ് വിദ്യ വരുന്നത്. വിദ്യയുടെ വീട്ടിൽ കുറച്ച് കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്, ജീവിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണ് ആ സഖാവ് ഒരു ചെറിയ വ്യാജരേഖ ഉണ്ടാക്കി. വലിയ ജോലിയൊന്നുമല്ല, പറഞ്ഞിടത്തൊന്നും UPSC വഞ്ചിച്ച് IASലോ IPSലോ IFSലൊക്കെ പ്രവേശിച്ചു, അങ്ങനെയൊന്നുമല്ല. ഒരു ഗസ്റ്റ് ലെക്ചർ, ചെറിയ ശമ്പളമാണ്. അതിനെ പഠിപ്പിച്ചാലേ ഇത് കിട്ടുള്ളൂ, ഏത് കൂലി കിട്ടുള്ളൂ. ദിവസം കൂലി പോലെയാണ് ഗസ്റ്റ് ലെക്ചർമാർക്ക്. അവർക്കൊക്കെ UGC സ്കെയിലൊന്നുമില്ല. ചെറിയ തുച്ഛ ശമ്പളത്തിന് വേണ്ടിയിട്ട് ഒരു വ്യാജ സർട്ടിഫിക്കറ്റ്, നല്ല സർട്ടിഫിക്കറ്റ് വ്യാജമായിട്ട് സൃഷ്ടിച്ച് അവിടെ ജോലിക്ക് ശ്രമിച്ചു. കഷ്ടകാലത്തിന് പിടിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതിപ്പോൾ റാഗ് സഹോദരിയുടെ കുട്ടികൾ പട്ടിണി കിടക്കുന്നിട്ട് സങ്കടപ്പെട്ടിട്ടാണല്ലോ ഒരു കടയിൽ നിന്ന് റൊട്ടി മോഷ്ടിച്ചത്. അതുകൊണ്ടാണല്ലോ വിക്ടർ യൂഗോയ്ക്ക് പാവങ്ങൾ എന്ന് പറഞ്ഞ ഇതിഹാസ തുല്യമായൊരു പുസ്തകം എഴുതാൻ പറ്റിയത്. അപ്പോൾ ഇങ്ങനെയാണ് ആവശ്യം സൃഷ്ടിയുടെ മാതാവാണെന്ന് പറഞ്ഞ പോലെ ചില സമയത്ത് ഇതുപോലുള്ള അതിക്രമങ്ങളൊക്കെ മനുഷ്യൻ ചെയ്യേണ്ടി വരും. അതൊന്നും വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ആർഷോയാണെങ്കിൽ എഴുതാത്ത പരീക്ഷ പാസ്സായി എന്ന് പറഞ്ഞ റിസൾട്ട് വന്നതാണ്. SFIക്കാർക്ക് ഇങ്ങനെ ചില സൗകര്യങ്ങളുണ്ടായിരുന്നു. സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയും സഖാവ് R. ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന കാലത്ത്, ആ കാലമൊക്കെ പോയി, ഇപ്പോൾ കാലം മാറി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോണാണ്. മുഖ്യമന്ത്രിയാണെങ്കിൽ VD സതീശനാണ്. അപ്പോൾ അതുകൊണ്ട് മഹാരാജ് കോളേജിൽ പോലും ഇങ്ങനെയുള്ള എഴുതാത്ത പരീക്ഷ പാസ്സാവുക, അല്ലെങ്കിൽ വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക, അതും അല്ലെങ്കിൽ BComന് തോറ്റവർ MComന് പഠിക്കുക, ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇനി കിട്ടുകയില്ല. അപ്പോൾ ഏതായാലും ഈ മാറിയ കാലത്ത് കെട്ടകാലം എന്ന് പറയാൻ കൂടുതൽ ശരി. കാരണം എന്താ വെച്ചാൽ സഖാക്കൾക്ക് വേണ്ടി സഖാക്കൾ ഭരിച്ചിരുന്ന ആ ഒരു നല്ല കാലം കഴിഞ്ഞു പോയല്ലോ. ഇപ്പോൾ വിരുദ്ധന്മാർക്ക് വേണ്ടി വിരുദ്ധന്മാർ നടത്തുന്ന VD സതീശൻ്റെ ഭരണമാണ്. അപ്പോൾ ഇങ്ങനെയൊരു സന്ദർഭത്തിൽ ഇനിയിപ്പോൾ ഭാഗ്യപരീക്ഷത്തിനൊന്നും മുതിരണ്ട എന്ന് കരുതി സഖാവ് വിദ്യയെ വിവാഹം കഴിക്കുകയാണ്. വിദ്യയുടെ നാടായ തൃക്കരിപ്പൂർ വെച്ചാണ്. അത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് വിവാഹം. ആർഷോ ക്രൈസ്തവരും, എന്നുവെച്ചാൽ മതവിശ്വാസം ഇല്ലെങ്കിൽ പോലും ക്രിസ്ത്യാനിയായിട്ട് ജനിച്ച ആളാണ്. വിദ്യ ഹിന്ദു മതത്തിൽ ജനിച്ച വ്യക്തിയുമാണ്. രണ്ടുപേരും മാർക്സിസ്റ്റുകാരാണ്. പക്ഷേ പാർട്ടി ഓഫീസിൽ വെച്ച് നടത്താറുണ്ട്. പാർട്ടി ഓഫീസിൽ വെച്ച് പല വിവാഹങ്ങളും നടത്താറുണ്ട്. ഇതും അങ്ങനെ നടത്തി ഒരു രക്തഹാരം അങ്ങോട്ടും ഒരു രക്തഹാരം ഇങ്ങോട്ടും ഇട്ട് വിവാഹം കഴിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ള വിവാഹങ്ങൾക്ക് നിയമസാധുവില്ല എന്ന് ശ്രീ ജസ്റ്റിസ് ആൻ്റണി ഡൊമിനിക് ഹൈക്കോടതി ജഡ്ജിയായിരിക്കുന്ന സമയത്ത് പുള്ളി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് വിധിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം ആർഷോ സഖാവ് ഏതായാലും കല്യാണം കഴിക്കണം, പിന്നെ നിയമസാധു ആയിക്കോട്ടെ എന്ന് കരുതി വീര കഴിച്ചത്. പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ കുംഭമേളയ്ക്ക് മാല വിറ്റ് പ്രസിദ്ധയായി തീർന്ന പെൺകുട്ടി, അവൾ ഹിന്ദു മതത്തിൽ ജനിച്ചതാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ച് ധീരസഖാക്കൾ മുൻകൈയെടുത്ത് ഇവരുടെ വിവാഹം ഒരു മുസ്ലിം യുവാവുമായിട്ട് ക്ഷേത്രത്തിൽ വെച്ച് നടത്തി. ആ വിവാഹത്തിന് നിയമസാധുവില്ല. കാരണം ഒരു മുസ്ലിം യുവാവും ഹിന്ദു യുവതിയും തമ്മിൽ, അല്ലെങ്കിൽ ഹിന്ദു യുവാവും മുസ്ലിം യുവതിയും തമ്മിൽ
ഹിന്ദു മതാചാരപ്രകാരം നടത്തുന്ന വിവാഹത്തിന് ഹിന്ദു മതാചാരപ്രകാരവും ഹിന്ദു വിവാഹ നിയമം അനുസരിച്ചും അതിന് സാധുതയില്ല. ഇസ്ലാം മതവിശ്വാസം അനുസരിച്ച് അവരുടെ മുസ്ലിം പേഴ്സണൽ ലോ അനുസരിച്ചും അതിന് നിയമപ്രാബല്യമില്ല. ഇതിപ്പോൾ ആർഷോയുടെ കാര്യത്തിൽ സംഭവിക്കുമായിരുന്നു. എന്താ വെച്ചാൽ ആർഷോ ക്രിസ്തു മതത്തിൽ ജനിച്ച ആളും നമ്മുടെ വിദ്യ ഹിന്ദു മതത്തിൽ ജനിച്ച ഒരു വനിതയുമാണ്. അപ്പോൾ നിയമപ്രാബല്യം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇവർ ചെയ്യുന്ന പോലെ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് ഒരു മാസം മുമ്പ് നോട്ടീസ് കൊടുത്ത് അത് കഴിഞ്ഞ് രണ്ടുപേരും രജിസ്റ്റർ ഓഫീസിൽ പോയി, അല്ലെങ്കിൽ അവർക്ക് സൗകര്യമുള്ള സ്ഥലത്ത് രജിസ്ട്രാറെ വരുത്തി അവരുടെ മുമ്പിൽ വെച്ച് ഇത് ഈ രജിസ്റ്ററിൽ ഒപ്പുവെച്ച് പരസ്പരം കൈ കൊടുത്ത് ഇനി താല്പര്യമുള്ള പക്ഷം ഹാരാർപ്പണം നടത്തി വിവാഹം കഴിക്കും. ഇപ്പോൾ അങ്ങനെയാണ് ആർഷോ കഴിക്കുന്നത്. നേരെ മറിച്ച് കുംഭമേള പെൺകുട്ടിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ജാഗ്രത പുലർത്താൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദനോ അതല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിയുടെ ചാർജ് വഹിച്ചിരുന്ന സഖാവ് ഡബിളെ റഹീമോ മുൻകൈ എടുത്തില്ല. ഭദ്ര അപ്പൂപ്പൻ്റെ കാര്യം പറയാൻ വേണ്ട, ഇവർക്ക് ആർക്കും ഇതിനെപ്പറ്റി ഒരു ഗ്രാഹ്യമില്ല, ഒരു ഗ്രഹിതവും ഇല്ല. അപ്പോൾ അവനവൻ്റെ കാര്യത്തിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ചെടുത്തും വല്ലവരുടെ കാര്യത്തിൽ തോന്നിവാസം കാണിക്കുമെന്നുള്ളതാണ് മാർക്സിസ്റ്റുകാർ പണ്ട് തൊട്ടേയുള്ളൊരു നടപടിക്രമം. ഏതായാലും ആർഷോയുടെ കാര്യത്തിൽ അത് ചെയ്തില്ല, അത്രത്തോളം സന്തോഷം. പിന്നെ നമ്മുടെ യുവജന നേതാക്കന്മാർ പലരും, ഞാൻ എല്ലാവരും അടച്ചാക്ഷേപിക്കാതെ വരികയാണ്, ജാതിയും ജാതകവും നോക്കിയിട്ട് കല്യാണം കഴിക്കുന്നവരാണ്. പെണ്ണിൻ്റെ വീട്ടിൽ കുറച്ച് കാശ് കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും. പക്ഷേ ആർഷോ അങ്ങനെയല്ല, അദ്ദേഹം അന്തസ്സുള്ളവരാണ്. അദ്ദേഹം ജാതി നോക്കിയില്ല, ജാതകവും നോക്കിയില്ല. താരതമ്യേന ദരിദ്ര കുടുംബത്തിൽ നിന്നാണ് ജീവിത സഖാവിനെ തിരഞ്ഞെടുത്തത്. ആർഷോയെയും വിജയെയും അഭിനന്ദിക്കുന്നു. അവരുടെ വിവാഹ ജീവിതം സന്തോഷകരമാകാൻ ഒരു സോഷ്യലിസ്റ്റ് സമൂഹം കെട്ടിപ്പടുക്കാൻ ഇവർക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിപ്ലവാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ലാൽ സലാം.